നാം ഇവിടെ ചർച്ച ചെയ്യുന്നത് ശ്രീ മേൽപ്പത്തൂർ നാരായണ ഭട്ടപാദനാൽ വിരചിതമായ ശ്രീമൻ നാരായണീയത്തിലെ പ്രചേതസ്സുകളുടെ കഥ എന്ന 19ാമത്തെ ദശകത്തിലെ 9ാമത്തെ ശ്ലോകമാകുന്നു. പ്രിയമുള്ള പ്രേക്ഷകർ, ശ്ലോകം ശ്രദ്ധിക്കുക. തതസ്ത്യതേ ഭൂതലരോധിനസ്ഥരൂൻ ക്രുധാദഹന്തോ ദ്രുഹിണേന വാരിദാഹ ധ്രുമൈശ്ച ദത്താം തനയാമവാപ്യതാം ത്വദുക്തകാലം സുഖിനോഭിരേമിരേ. അടുത്തതായി ശ്ലോകത്തിൻ്റെ പദച്ഛേദം ശ്രദ്ധിക്കുക. തതഃ ച തേ ഭൂതലരോധിനഃ തരൂൻ ക്രുധാ ദഹന്തഃ ദ്രുഹിണേന വാരിദാഹ ധ്രുമൈഹി ച ദത്താം തനയാം അവാപ്യ താം ത്വദുക്തകാലം സുഖിനഃ അഭിരേമിരേ. അടുത്തതായി പ്രസ്തുത ശ്ലോകത്തിൻ്റെ അന്വയം. തതഃ തേ ഭൂതലരോധിനഃ തരൂൻ ക്രുധാ ദഹന്തഃ ദ്രുഹിണേന വാരിദാഹ ച ധ്രുമൈഹി ദത്താം താം തനയാം അവാപ്യ ച ത്വദുക്തകാലം സുഖിനഃ അഭിരേമിരേ. ഇനി ശ്ലോകത്തിൻ്റെ സാരാംശം ശ്രദ്ധിക്കുക. വൃക്ഷങ്ങളുടെ പുത്രിയായ മാരിഷയെ വധുവായി ലഭിക്കുകയും അവളോടൊപ്പം 10 ലക്ഷം സംവത്സരം സുഖമായി കഴിഞ്ഞ് ധ്രുവനെന്ന പുത്രനും ഉണ്ടാകട്ടെ എന്ന മഹാവിഷ്ണുവിൻ്റെ അനുഗ്രഹം ശിരസാ വഹിച്ച പ്രചേതസ്സുകൾ ഭൂമിയെ മറയ്ക്കുന്ന വൃക്ഷങ്ങളെ ക്രോധത്തോടെ ദഹിപ്പിക്കുവാൻ തുടങ്ങി. ബ്രഹ്മാവ് അവരെ തടഞ്ഞ് ആ പ്രവൃത്തിയിൽ നിന്നും പിന്തിരിപ്പിക്കുകയും ചെയ്തു. വൃക്ഷങ്ങളാൽ ദാനം ചെയ്യപ്പെട്ട കണ്ടു മഹർഷിയുടെ മാരീഷി എന്ന ആ കന്യകയെ ഭാര്യയാക്കി അങ്ങ് പറഞ്ഞ 10 ലക്ഷം സംവത്സരം സുഖത്തോടുകൂടി വസിക്കുകയും ചെയ്തു എന്ന് ശ്ലോകത്തിൻ്റെ സാരം.